അപ്പോൾ ഇന്ന് നമുക്ക് ലേശം കഞ്ഞി കുടിച്ചാലോ? അപ്പോൾ കഞ്ഞിക്ക് എന്താ? നല്ല ഉണക്കമീൻ ചമ്മന്തി. അതന്നേന്നേ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി. പക്ഷേ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അടിപൊളിയാട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. മുഴുവനോടെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചേക്കുന്ന ഉണക്കമീൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉണക്കമീൻ നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. അതായത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഉണക്കച്ചെമ്മീനായാലും ഉണക്കമീനുകളൊക്കെ ആയാലും അധികം ഉപ്പില്ലാത്തതാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഉണക്കമീനിന് അതായത് ചെമ്മീന് അധികം ഉപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനൊരു കാരണമുണ്ട്, പിന്നീട് പറയാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞിരുന്നു സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അതായത് ഈ ഒരു പാനിൻ്റെ ചൂടിൽ തന്നെ നമ്മുടെ മുളക് മൂത്ത് വരും. ഇനി നമുക്കിതൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നല്ലതുപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ചെമ്മീൻ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലതുപോലെ ആറിയതിന് ശേഷം കുപ്പികളിലായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് കുറച്ച് കാന്താരി മുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും 4 ചുമന്നുള്ളിയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്താൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഇതിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി കിട്ടും. അതുകൊണ്ടാണ് നേരത്തെ അധികം മുളക് പൊടി ചേർക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും മിക്സിയുടെ ബൗളിൽ വെച്ച് ബാക്കി മാറ്റാം. അപ്പോൾ നമ്മളിതാ ചമ്മന്തി പൊടിയിലോട്ട് ഒരു 5-6 കാന്താരി മുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില, കുറച്ച് ചുമന്നുള്ളി, കാന്താരി ചേർത്ത് വീണ്ടും ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം മതി. ഇനി നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ചമ്മന്തിക്ക് നല്ല കാന്താരിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ല മണം കൂടി ചേർന്ന് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.